നിരാശയോടെയാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങിയത്. പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സഹായവും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചതച്ചു വിട്ടു എന്ന തരത്തിലുള്ള ഹെഡിംഗ് ആണ് ചില പത്രങ്ങൾ ട്രംപിൻ്റെ മടക്കവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്. ട്രംപിനെ താഴിട്ട് പൂട്ടി ചൈന എന്ന തരത്തിൽ എഴുതാനും ചില പത്രക്കാർ മടി കാണിച്ചിട്ടില്ല. വിഷയം 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ എത്തുന്നത്. ആദ്യത്തെ തന്നെ കൈപ്പേറിയ അനുഭവം എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബന്ധപ്പെട്ടവരെ വൈസ് പ്രസിഡന്റിനടക്കമുള്ള ബന്ധപ്പെട്ടവരെ മാത്രമാണ് പറഞ്ഞയച്ചത്. അത്ര ഒരു കീഴ്വഴക്കം തങ്ങളുടെ രാജ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ചൈന അത് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇത് വല്ലാത്ത രീതിയിൽ നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തേക്ക് എത്തുമ്പോൾ ഇനി പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ അതുപോലും ലംഘിച്ചുകൊണ്ടാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും സൈനിക കമാൻഡർമാരടക്കം ഈ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്താറുള്ളത്. അങ്ങനൊരു സംഭവം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുള്ള പൗരനായിട്ട് കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ അകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭരണാധികാരി വരുന്ന സമയത്ത് അങ്ങനെ ചരിത്രപരമായ രീതിയിൽ ഒരു രാജോധികരമായിരിക്കുന്ന സ്വീകരണം നൽകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഒരുപക്ഷെ ചൈന മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് ചുരുക്കം. എന്തൊക്കെ കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇറാൻ്റെ വിഷയത്തിൽ സഹായിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ആഗ്രഹം. അത് ചൈനയും ഇറാനും തമ്മിൽ വലിയ ബന്ധമായതുകൊണ്ട് ഈ പ്രശ്നത്തിൽ തങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ സഹായം വേണം എന്നുള്ളതാണ് ഒരു ഉദ്ദേശ കാര്യങ്ങൾ. വ്യാപാര കരാറിൽ ഒപ്പിടുകയും തായ്വാനുമായി വിഷയം ചർച്ച ചെയ്യുകയും ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചുങ്കം അത് എടുത്തു കളയുകയോ അതിന് നിയന്ത്രണം കൊണ്ടുവരികയോ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ പോകുന്നത് എന്ന് ട്രംപ് ന്യൂയോർക്കിൽ വെച്ച് തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വ്യാപാര ബന്ധം, എണ്ണ ബന്ധം, അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും പെട്രോളിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ചൈനയുടെ പെട്രോളിയം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് എന്നതിനാൽ വലിയ രീതിയിൽ എണ്ണ അവർക്ക് ആവശ്യമുണ്ട്. അത് നിരന്തരം എന്ന തരത്തിൽ അവർക്ക് ആവശ്യമുള്ള അത്രയും അതിനപ്പുറം നൽകുന്നത് വെനിസുലയായിരുന്നു, പിന്നീട് ഇറാനുമായിരുന്നു. വെനിസുലയിൽ അമേരിക്ക സൈനിക ഭരണം നടത്തി പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ഭരണമാറ്റം ഉണ്ടാക്കുകയും അവിടുത്തെ പെട്രോളിയം വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടുകൂടി ചൈനയ്ക്ക് എണ്ണ കിട്ടാതെയായി. ഇത് രാഷ്ട്രീയമായ രീതിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ചൈനക്കെതിരെ അമേരിക്ക ചെയ്തത്. കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ നിലപാട് അറിയുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടായി. 2ാം ഘട്ടത്തിൽ പിന്നെ ഇറാനിലേക്ക് വന്നു. ഇറാനിൽ വലിയ രീതിയിൽ സംഘർഷാവസ്ഥയും വിഷയം വന്നതോട് കൂടിയിട്ട് ഇറാനിൽ നിന്ന് പ്രതീക്ഷിച്ച തരത്തിൽ എണ്ണ കിട്ടാതെ വരുന്നൊരു സ്ഥിതി ഉണ്ടായി. പിന്നീട് ഒരു ബ്ലാക്ക് തരത്തിൽ പാകിസ്ഥാൻ റൂട്ടിലൂടെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് എത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഇറാൻ്റെ എണ്ണക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക വിപണിയിൽ മറ്റുള്ള രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചൈനയ്ക്ക് എണ്ണ നൽകുന്നു. അങ്ങനെ എണ്ണ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുകയില്ല, മറ്റൊരു രാജ്യത്തിനും സാധിക്കുകയില്ല. ആ ഒരു വിഷയം അമേരിക്കക്ക് അറിയാവുന്നതാണ്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തുക എന്നുള്ള അനിവാര്യമാണ്. പക്ഷേ അത് പറയുന്ന സമയത്ത് തൊട്ടടുത്ത വിഷയം പറയാൻ സാധിക്കാതെ വരും. അത് ഉടക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഹായം നേടുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു നിൽക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹോർമുസ് തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറാനെ പ്രേരിപ്പിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ വിശാലമാക്കപ്പെട്ട ഒരു പാതയായിട്ട് അത് മാറാനുള്ള സഹകരണത്തിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുകയും വേണം. ആ ഒരു വിഷയം മാത്രമാണ് സംസാരിച്ചത്. ചൈന എന്ത് പറഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കത് സംസാരിക്കാം, പക്ഷേ നിങ്ങൾ ആദ്യം ഉപരോധം നിർത്തണം. അത് ഇറാൻ്റെ ഭാഷയാണ്. ഇറാൻ പറഞ്ഞത് ഉപരോധം ഒഴിവാക്കി കഴിഞ്ഞാൽ ഹോർമുസ് കടൽ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഹോർമുസിൽ അടവ് വരുന്ന സമയത്ത് അവിടെ ഈ പ്രതിരോധം വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലും അതിലൂടെ പാസ് ചെയ്യൂല, പിന്നീട് വെടിവെപ്പുണ്ടാവും, വിഷയങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഉപരോധം പിൻവലിച്ചാൽ ഇവിടെ പ്രശ്നം തീർന്നു. അത് ചെയ്യാൻ അമേരിക്ക തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏകദേശം 10ലധികം കപ്പലുകളെങ്കിലും ഇറാൻ്റെ അനുമതിയോടുകൂടി ഹോർമുസ് കടൽ കടന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ട്.
എല്ലാ കപ്പലിനെ ആക്രമിക്കുന്ന സമയത്ത് മറ്റുള്ള ലോക രാജ്യങ്ങളുമായിട്ട് ശത്രുതയിൽ ഏർപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ അമേരിക്ക പലതും കണ്ടില്ലെന്ന് അടിക്കുന്നു. അങ്ങനെ അല്ലാതെ വേറെ വഴിയില്ല. ഇനി ആക്രമിച്ചാൽ പിന്നെ IRGC ആണ് തിരിച്ചടിക്കുക. അത് പ്രത്യേകമായ രീതിയിൽ ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കപ്പലിന് മാത്രമല്ല, തങ്ങൾ തുറന്നു വിടുന്ന തങ്ങളുടെ താല്പര്യപൂർവ്വവും തങ്ങളുടെ അനുമതിയോട് കൂടിയും ഹോർമുസ് കടൽ കടന്നുകൊണ്ട് അറേബ്യൻ കടലിൻ്റെ മേഖലയിലേക്കോ മറ്റേതെങ്കിലും മേഖലയിലേക്കോ പോകുന്ന ഒരു കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക തങ്ങളായിരിക്കും. അങ്ങനെ തിരിച്ചടിച്ചിട്ടുണ്ട്. 3 കപ്പലിന് ഒരേ സമയത്ത് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരു കപ്പലിന് തീപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ അമേരിക്ക തന്നെ സമ്മതിച്ചതാണ്. ഹോർമുസ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിടത്തോളം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യം, മൈനുകൾ സ്ഥാപിക്കപ്പെട്ട മേഖലയെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. മുമ്പ് പറഞ്ഞത് ഇറാൻ സ്ഥാപിക്കപ്പെട്ട മൈനുകളൊക്കെ എടുത്തു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖല കടന്നുകൊണ്ടൊരു കപ്പൽ വരികയാണെങ്കിൽ പിന്നീട് IRGC റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. ഇന്ന രീതിയിൽ, ഇന്ന രൂപത്തിൽ, ഇന്ന തരത്തിലാണ് കപ്പലുകൾ നീങ്ങേണ്ടത്. വഴി തെറ്റി നീങ്ങിയാലോ അവിടെ ഒരു പക്ഷേ മൈനുകളുണ്ടാവും. മൈനുകൾ പൊട്ടിത്തെറിച്ചാലോ കപ്പൽ അപ്പാടെ തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി വരും. കപ്പൽ മുങ്ങിപ്പോകുന്ന സ്ഥിതി വരും. ഇറാൻ്റെ കപ്പലിനെ ശ്രീലങ്കയുടെ കടൽ തീരത്ത് വെച്ച് അമേരിക്ക മൈൻ വെച്ചുകൊണ്ടാണ് തകർത്തത്. 63-ലധികം ഈ ഇറാനികൾ കൊല്ലപ്പെട്ട ദാരുണമായിരിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥ സൈനിക കപ്പലല്ല. പ്രാക്ടിക്കലിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന് മടങ്ങുന്ന സമയത്താണ് ആ കപ്പലിന് നേരെ അമേരിക്ക ചതി ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ ഇവർക്കും മൈനുകൾ വെച്ചുകൊണ്ട് ഇറാനും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഹോർമുസ് കടലിലൂടെ കടന്നു പോയിക്കോളൂ എന്ന് പറയാനുള്ള ഒരു ധൈര്യം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് IRGC എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ചൈനയോട് സംസാരിക്കുന്ന 2-3 കാര്യമാണ്. ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമുക്ക് ഒരു ധാരണയിലെത്താം. അതായത് ചൈനയുടെ വലിയ രീതിയിലുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങൾ അമേരിക്കയുടെ മാർക്കറ്റിൽ വൻതോതിൽ വിറ്റുവരവ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നതിൽ തന്നെ ഏകദേശം 30-35% ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളെല്ലാം ചൈനയുടെ നിർമ്മിതമാണ്. ചൈനയിൽ തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. പല ഘട്ടങ്ങളിൽ നമുക്ക് തേർഡ് ക്വാളിറ്റി ഒക്കെയാണ് കിട്ടാറുള്ളത്. ഈ ക്വാളിറ്റികളൊക്കെ അവിടെ വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ലാഭവിഹിതം സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ രീതിയിലാണ് കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ടാക്സ് വാങ്ങാനുള്ളത്. ഇനി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഗോതമ്പ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതിനാണ് ചുങ്കം ചുമത്തപ്പെട്ടത്. വലിയ രീതിയിൽ ചുങ്കം ചുമത്തുന്ന സമയത്ത് ചൈന എന്ത് ചെയ്തു? ആ പരിപാടി നിർത്തിവെച്ചു. എന്നിട്ട് അത് തുർക്കിയിൽ നിന്നോ മറ്റേതോ രാജ്യത്തു നിന്നോ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ വാങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ആ രാജ്യത്ത് വാങ്ങിയതോട് കൂടിയിട്ട് ഇറക്കുമതി, അവനവൻ്റെ രാജ്യത്തുള്ള ഇറക്കുമതിയിൽ എന്തെങ്കിലും ലാഭവിഹിതം കിട്ടുന്നത് അവനവൻ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികൾ രംഗത്ത് വന്നു. അങ്ങനെ അതും പ്രശ്നമായി. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ചൈന പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. തായ്വാൻ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നത് പ്രശ്നമാണ്. തായ്വാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പല ഘട്ടങ്ങളിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട്. എന്തിനായുധം നൽകുന്നത്? അത് ചൈനയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് ഞങ്ങളല്ലേ നോക്കേണ്ടത്. അതിൽ അമേരിക്കയ്ക്ക് അവിടെ റോളില്ല. ഈ ഒരു വിഷയവും അവിടെ സങ്കീർണമായി. അഥവാ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ എത്തിയത് അതൊന്നും നടക്കാത്ത രീതിയിൽ നിരാശനായി മടങ്ങുന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ചൈന അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. തുടക്കം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ചൈനയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് തങ്ങൾ ആ ക്ഷണം നിരസിക്കുന്നു എന്നാണ് ചൈന പറയുന്നത്. ആലോചിച്ചിട്ട് ചെയ്യാം, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളും തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ചൈനയെ പോലുള്ള രാജ്യം അനിവാര്യമാണ്. അതിന് സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പം നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തോടു കൂടി അങ്ങനെ തന്നെ നിലനിൽക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കൂ എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് അതിൽ അമേരിക്കക്കെതിരെ
ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സഹായങ്ങൾ നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ടൊരു മടക്കമാണ് അവിടെ നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.